ഇറാൻ ശരിക്കും ഒരു ടിപ്പിംഗ് പോയിന്റിലാണിപ്പോൾ. അതായത് ഒരു പക്കം തെരുവുകളിൽ പ്രതിഷേധം ആളിക്കത്തുന്നു, മറുപക്കം നോക്കിയാലോ ഒരു യുദ്ധഭീഷണി തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഇത്രയും വലിയൊരു പ്രഷർ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? വാ, നമുക്കിതിനുള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം. ഇതാണ് ഏകാധിപതിക്ക് മരണം. ഇന്ന് ഇറാനിലെ തെരുവുകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മുദ്രാവാക്യം ഇതാണ്. ഇതൊരു സാധാരണ പ്രതിഷേധ മുദ്രാവാക്യമായി കാണരുത്. കാരണം ഇതിലൂടെ അവർ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഈ ഭരണകൂടത്തെ മൊത്തത്തിൽ താഴെ ഇറക്കണമെന്ന അത്രക്ക് സീരിയസ് ആണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ നമ്മൾ ഈ 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം ആ തീപ്പൊരി എങ്ങനെ വീണുവെന്ന് നോക്കും, പിന്നെ പ്രക്ഷോഭത്തിന്റെ ഉള്ളുള്ളികൾ, അമേരിക്കയുടെ ഓപ്ഷനുകൾ, ഇറാന്റെ മറുപടി, അവസാനം ഈ ഒരു നിർണായക അവസ്ഥയെപ്പറ്റിയും നമ്മൾ സംസാരിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. തീപ്പൊരി വീഴുന്നു. അതായത് ഒരു തെരുവിലെ പ്രതിസന്ധി എങ്ങനെയാണ് ലോകത്തിന്റെ മൊത്തം സുരക്ഷയെ ബാധിക്കുന്നത് എന്ന് നോക്കാം. ഈ പ്രതിസന്ധിയുടെ തുടക്കം മനസ്സിലാക്കാൻ ഈ ഒരു ഉപമ നല്ലതാണ്. ശരിക്കും രാജ്യത്തെ സാമ്പത്തിക തകർച്ച എന്ന് പറയുന്നത് ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരസിയതുപോലെയായിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. പക്ഷേ വർഷങ്ങളായിട്ട് ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ രാഷ്ട്രീയ അടിച്ചമർത്തൽ, സ്വാതന്ത്ര്യമില്ലായ്മ, ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ആ ചെറിയ തീപ്പൊരി ഒരു കാട്ടുതീ പോലെ ആളിക്കത്തുകയായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം പ്രക്ഷോഭത്തിന്റെ ഉള്ളറകൾ. ഈ ജനരോഷത്തിന് പിന്നിൽ ശരിക്കും എന്തൊക്കെയാണ് നടക്കുന്നത്? ഇറാനിലെ സാധാരണക്കാരെ ഇത്രയധികം സമ്മർദ്ദത്തിലാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 50% ഒന്നാലോചിച്ച് നോക്കിയേ. ഇതാണ് ഇറാനിലെ ഇപ്പോഴത്തെ പണപ്പെരുപ്പം. എന്നുവെച്ചാൽ സാധാരണക്കാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാ സാധനങ്ങളുടെയും വില ആകാശമുട്ടേ കൂടി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. ചെറിയ കടകളൊക്കെ പൂട്ടിപ്പോകുന്നു. പെട്ടെന്ന് ഈ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. പക്ഷെ കാര്യം പൈസയുടെ പ്രശ്നം മാത്രമല്ല. വേറെയും ഒരുപാട് ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഒന്നാമത്തേത് അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ. അത് രാജ്യത്തിന്റെ നട്ടെല്ലൊടിച്ചു. ഇറാനിയൻ കറൻസിയുടെ വില കൂപ്പുകുത്തി. പിന്നെ ഓർമ്മയില്ലേ മഹ്സാമീനിയെ? ആ സംഭവത്തിന് ശേഷം നടന്ന പ്രക്ഷോഭങ്ങൾ ജനങ്ങൾക്കൊരു പുതിയ ധൈര്യം കൊടുത്തു. ഇതിൻ്റെയൊക്കെ കൂടെ വർഷങ്ങളായി തുടരുന്ന ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലും പിന്നെ പ്രതിഷേധിക്കുന്നവരെ സൈന്യത്തെ വെച്ച് ക്രൂരമായി നേരിടുന്നതും ഇതെല്ലാം കൂടിയായപ്പോൾ ജനങ്ങളുടെ ദേഷ്യം അതിന്റെ പാരമ്യത്തിലെത്തി. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ജനങ്ങളുടെ ആവശ്യം ഇപ്പോൾ കുറച്ച് സാമ്പത്തിക സഹായം കിട്ടണമെന്നോ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്നോ അല്ല. അവർക്ക് ഈ സിസ്റ്റം തന്നെ മാറണം. അതായത് ഒരു സമ്പൂർണ്ണ ഭരണമാറ്റം. അതിൽ കുറഞ്ഞതൊന്നും അവർക്ക് വേണ്ട. ശരി, ഇനി നമുക്ക് കാര്യങ്ങളുടെ മറ്റൊരു വശത്തേക്ക് പോകാം. മൂന്നാമത്തെ ഭാഗം, വാഷിംഗ്ടന്റെ ശക്തമായ നടപടികൾ. അതായത് വൈറ്റ് ഹൗസിലിരുന്ന് അവർ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഇറാനിലെ പ്രക്ഷോഭങ്ങൾ ശരിക്കും അമേരിക്കയ്ക്കൊരു അപായമണി പോലെയാണ്. എന്നുവെച്ചാൽ ഇറാനിലെ ഭരണകൂടം ഈ പ്രതിഷേധക്കാരെ കൂടുതൽ ശക്തമായി അടിച്ചമർത്താൻ തുടങ്ങിയാൽ അമേരിക്ക ഇതിൽ സൈനികമായി ഇടപെടാനുള്ള സാധ്യത കൂടും. അതായത് രാജ്യത്തിനകത്തുള്ളൊരു പ്രശ്നം ഒരു അന്താരാഷ്ട്ര സൈനിക നടപടിക്ക് കാരണമായേക്കാം എന്നൊരു സൂചനയാണിത്. അപ്പോൾ വാഷിംഗ്ടൺ എന്തൊക്കെയാണ് ചെയ്യാൻ ആലോചിക്കുന്നത്? പ്രധാനമായും 4 ഓപ്ഷനുകളാണ് അവരുടെ മുന്നിലുള്ളത്. ഒന്നാമതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളെയും അവരുടെ ആണവ കേന്ദ്രങ്ങളെയും ഒക്കെ ലക്ഷ്യം വെച്ച് വ്യോമാക്രമണം നടത്തുക. രണ്ടാമത്തേത് സൈബർ അറ്റാക്ക്, അതായത് അവരുടെ ബാങ്കിംഗ് സിസ്റ്റവും സർക്കാർ മാധ്യമങ്ങളുമൊക്കെ ഹാക്ക് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ ഇറാൻ സർക്കാർ ഇന്റർനെറ്റ് കട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ സ്റ്റാർലിങ്ക് പോലെയുള്ള സംവിധാനങ്ങൾ കൊടുക്കുക. നാലാമത്തേത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടുവന്ന് അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക. ലോക്ക്ഡ് ആൻഡ് ലോഡഡ്. അതിന്റെ അർത്ഥം തോക്കിൽ വെടിയുണ്ട നിറച്ച് ഏത് നിമിഷവും വെടിവെക്കാൻ തയ്യാറെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ വാക്കുകൾ ഒരു വെറും വാക്കായി കാണരുത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മുന്നറിയിപ്പാണ്. ഏത് നിമിഷവും ഞങ്ങൾ ആക്രമിക്കാൻ റെഡിയാണ് എന്നൊരു വ്യക്തമായ സന്ദേശം. ഇനി നമുക്ക് ഇറാനിലേക്ക് തിരിച്ചുവരാം. 4ാമത്തെ ഭാഗം, ടെഹ്റാന്റെ പ്രതിരോധം. അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ഈ ഇരട്ട ഭീഷണിയോട് ഇറാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് നോക്കാം. ഇറാന്റെ മറുപടി ശരിക്കും പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അവർക്കൊരു ഇരട്ട സമീപനമാണുള്ളത്. ഒരു വശത്ത് അവർ പറയും ഞങ്ങൾ യുദ്ധത്തിന് ഫുൾ റെഡിയാണ്, ഞങ്ങളെ തൊട്ടാൽ വിവരമറിയും എന്നൊക്കെ. അതേസമയം മറുവശത്ത് ഞങ്ങൾക്ക് യുദ്ധത്തിൽ താൽപ്പര്യമില്ല, ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നും പറയും. ഇത് ശരിക്കും ഒരു തന്ത്രമാണ്. അതായത് ശത്രുക്കൾക്ക് ഞങ്ങളെ പേടിയുണ്ടാവണം, പക്ഷെ ഒരു മുഴുവൻ യുദ്ധം ഒഴിവാക്കുകയും വേണം. അതാണ് അവരുടെ പ്ലാൻ. അപ്പോൾ ഒരാക്രമണമുണ്ടായാലേ ഇറാൻ എന്തു ചെയ്യും? അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്,
ഞങ്ങളെ ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളും ഞങ്ങളുടെ ലീഗൽ ടാർഗറ്റായിരിക്കും. അതുമാത്രമല്ല, ഇസ്രായേലും അവരുടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈയൊരു പ്രശ്നം എത്രത്തോളം വലുതാകാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു, ഒരു നിർണായക ഘട്ടത്തിൽ. അതായത് ഈ രണ്ട് ഭീമാകാരമായ ശക്തികൾക്ക് നടുവിൽ പെട്ടുപോയ ഒരു രാജ്യത്തിന്റെ അവസ്ഥ. ഇതാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാം കാതൽ. ഒരു വശത്ത് രാജ്യത്തിനകത്ത് ജനങ്ങൾ തന്നെ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നു, അതേസമയം പുറത്തുനിന്ന് അമേരിക്കയുടെ സൈനിക ഭീഷണിയും. ഈ രണ്ട് പ്രഷറും ഒരേ സമയം വരുമ്പോൾ അത് ആ രാജ്യത്തിന്റെ സിസ്റ്റം എത്രത്തോളം ദുർബലമാണ് എന്ന് തുറന്നു കാണിക്കുകയാണ്. ഇതാണ് ഇറാന്റെ സിസ്റ്റമിക് ഫ്രജിലിറ്റി. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റിന്റെ നടുവിലാണ്. തെരുവുകളിൽ പ്രതിഷേധത്തിന്റെ തീ, ആകാശത്ത് യുദ്ധത്തിന്റെ ഭീഷണി. ഈയൊരു സാഹചര്യത്തിൽ അവസാനത്തെ ചോദ്യം ഇതാണ്: ഈ സമ്മർദ്ദത്തിൽ ആദ്യം തകരുന്നത് എന്തായിരിക്കും? രാജ്യത്തിനകത്തെ ഭരണകൂടമോ അതോ പുറത്തുനിന്നുള്ള സമാധാന ശ്രമങ്ങളോ? ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ദിവസവും വാർത്തകളിൽ കാണാറുണ്ട്, അല്ലേ? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏതാണ്ട് 70 വർഷത്തോളം നീണ്ട ഒരു വലിയ കഥയുണ്ട്. ആ സങ്കീർണമായ ചരിത്രത്തിലേക്കാണ് നമ്മളിന്ന് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത്. അതെ, ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം. കാര്യങ്ങൾ എങ്ങനെയാണ് ഇത്രയും വഷളായത്? ഈ വിശകലനത്തിലൂടെ നമുക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഈ ചരിത്രപരമായ അന്വേഷണം നമ്മൾ കുറച്ച് ഘട്ടങ്ങളായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യം നമ്മൾ 1950കളിലെ ഒരു അട്ടിമറിയിൽ നിന്ന് തുടങ്ങും. അവിടെ നിന്നാണ് അവിശ്വാസത്തിന്റെ ആദ്യത്തെ വിത്തുകൾ പാകുന്നത്. പിന്നെ നമ്മൾ വിപ്ലവത്തിലേക്കും തുടർന്ന് ഇന്നത്തെ ഈ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്കും വരും. ശരി, നമുക്ക് തുടങ്ങാം. നമ്മുടെ കഥ തുടങ്ങുന്നത് 1950കളിലാണ്. ഇറാനിയൻ വിപ്ലവത്തിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചില സംഭവങ്ങളിൽ നിന്ന്. പക്ഷേ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അവിടെ നിന്നാണ്. 1951 ഇറാനിലെ ജനകീയനായ പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദെഖ് ചരിത്രപരമായൊരു തീരുമാനമെടുത്തു. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായിരുന്ന രാജ്യത്തെ എണ്ണ വ്യവസായം അദ്ദേഹം ദേശസാൽക്കരിച്ചു. ഇത് ഇറാനിലെ ജനങ്ങൾക്ക് വലിയൊരു വിജയമായിരുന്നു. പക്ഷേ ബ്രിട്ടനും മറ്റു പാശ്ചാത്യ ശക്തികൾക്കും ഇതൊരു വലിയ തിരിച്ചടിയായി. ഈയൊരു തീരുമാനം വലിയൊരു സംഘർഷത്തിന് തിരികൊളുത്തി. അവസാനം അത് മൊസാദെഖിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നൊരു അട്ടിമറിയിലാണ് അവസാനിച്ചത്. ഒരു മിനിറ്റ്, എന്തിനായിരുന്നു ഈ അട്ടിമറി? ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ പുറത്താക്കാൻ അമേരിക്കയും ബ്രിട്ടനുമൊക്കെ എന്തിനാണ് ഇടപെടുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഉത്തരം ഒന്നേ ഉള്ളൂ: എണ്ണ. മൊസാദെഖിന്റെ ദേശസാൽക്കരണം അവരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് എതിരായിരുന്നു. ഓപ്പറേഷൻ അജാക്സ് എന്ന പേരിൽ നടത്തിയ ഈ രഹസ്യ ഓപ്പറേഷൻ ഇറാനിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവുണ്ടാക്കി. പാശ്ചാത്യരെ ഒരു കാലത്തും വിശ്വസിക്കാൻ കഴിയില്ല എന്ന ചിന്ത. പിന്നീട് വന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതുതന്നെയാണ്. ആ അട്ടിമറിക്ക് ശേഷം അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടെ ഷാ മുഹമ്മദ് റസ പഹ്ലവി ഇറാനിൽ അധികാരമുറപ്പിച്ചു. പതിയെ അദ്ദേഹം ഒരു ഏകാധിപതിയായി മാറി. ഇനി നമ്മൾ പോകുന്നത് ആ കാലഘട്ടത്തിലേക്കാണ്. ഷായുടെ ഭരണത്തിനെതിരെ എങ്ങനെയാണ് ജനരോഷം വളർന്നു വന്നതെന്ന് നോക്കാം. പക്ഷെ ഒരു സംശയം: ഈ ഷാ ഇറാനെ ആധുനികവൽക്കരിക്കുകയായിരുന്നില്ലേ? ധവള വിപ്ലവം എന്നൊക്കെ പറഞ്ഞ്. പിന്നെങ്ങനെയാണ് ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത്? പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്, അദ്ദേഹം പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ഗുണം സാധാരണക്കാരിലേക്ക് എത്തിയില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മളീ കാണുന്നത്. രാജ്യത്തെ 10% കൂടുതൽ ജനങ്ങൾ. ഒന്നോർത്തു നോക്കൂ, ഒരു രാജ്യത്തെ 10 ജനങ്ങളും തെരുവിലിറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ പ്രതിഷേധമല്ല, അതൊരു ജനകീയ തിരസ്കരണമായിരുന്നു. ഇവിടെയാണ് ഈ വിപ്ലവം ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഇത് വെറുമൊരു മതപരമായ മുന്നേറ്റമായിരുന്നില്ല. ഷായെ പുറത്താക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി പലതരം ആശയങ്ങളുള്ളവർ ഒരുമിച്ചു. വിദ്യാർത്ഥികൾ, കമ്മ്യൂണിസ്റ്റുകൾ, കച്ചവടക്കാർ, പിന്നെ ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള മതവിഭാഗങ്ങൾ എല്ലാവരും ആ സഖ്യത്തിലുണ്ടായിരുന്നു. പക്ഷേ ഷാ പോയിക്കഴിഞ്ഞാൽ ആര് ഭരിക്കും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വ്യക്തതയുമുണ്ടായിരുന്നില്ല. അങ്ങനെ ഷാ രാജ്യം വിട്ടു. ഇതോടെ ഇറാന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങി. അരാജകത്വവും അതേസമയം വലിയ പ്രതീക്ഷകളും നിറഞ്ഞ ആ കാലഘട്ടം എങ്ങനെയാണ് ഇന്നത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് രൂപം കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. 1979 എന്ന വർഷം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ജനുവരിയിൽ ഷാ പോകുന്നു. അടുത്ത മാസം ഫെബ്രുവരിയിൽ ഖുമൈനി തിരിച്ചെത്തുന്നു. ഒരു വർഷം തികയും മുൻപേ ഇറാൻ ഒരു രാജഭരണത്തിൽ നിന്ന് പൂർണ്ണമായും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. ഖുമൈനിയെ പരമോന്നത നേതാവാക്കുന്ന പുതിയ ഭരണഘടന വന്നതോടെ വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് വിപരീതമായി രാജ്യം പുതിയൊരു ദിശയിലേക്ക് നീങ്ങി. വിപ്ലവം കഴിഞ്ഞിട്ടും അമേരിക്ക ഒരു വലിയ തെറ്റുവരുത്തി. അവർ പുറത്താക്കപ്പെട്ട ഷായ്ക്ക് അമേരിക്കയിൽ അഭയം കൊടുത്തു. ഇത് ഇറാനിലെ ജനങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചു.
അതിന്റെ ഒരു പ്രതികരണമെന്നോണമാണ് ടെഹ്റാനിലെ അമേരിക്കൻ എംബസി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ലോകപ്രശസ്തമായ ബന്ദി പ്രതിസന്ധിയുടെ തുടക്കം അതായിരുന്നോ? അതെ, 52 അമേരിക്കക്കാർ 444 ദിവസം ബന്ദികളാക്കപ്പെട്ടു. ആ ഒരു സംഭവം അമേരിക്കയുടെയും ഇറാനിന്റെയും ബന്ധത്തിൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവുണ്ടാക്കി. ഇറാൻ ഒരു ശത്രുരാജ്യമാണെന്ന് അമേരിക്കയുടെ മനസ്സിൽ അതുറപ്പിച്ചു. പുതിയ റിപ്പബ്ലിക് ഇങ്ങനെ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അടുത്ത അടി വരുന്നത്. അയൽരാജ്യമായ ഇറാഖ് സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിൽ ഇറാനെ ആക്രമിച്ചു. 8 വർഷം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. എന്നാൽ ഈ യുദ്ധം ഇറാനിലെ പുതിയ ഭരണകൂടത്തെ തകർക്കുന്നതിനു പകരം കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്. ഒരു പൊതുശത്രുവിനെതിരെ പോരാടുന്നത് ജനങ്ങളെ ഭരണകൂടത്തിനു പിന്നിൽ അണിനിരത്താൻ സഹായിച്ചു. ശരി, നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് വരാം, 21ാം നൂറ്റാണ്ടിലേക്ക്. ഈ കാലഘട്ടത്തിൽ കാര്യങ്ങളൊരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. കുറച്ചുകാലം സമാധാന ചർച്ചകൾ, പിന്നെ വീണ്ടും സംഘർഷം. ഇങ്ങനെ മാറി മാറി വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുമൈനിക്ക് ശേഷം ഇറാന്റെ രാഷ്ട്രീയം എപ്പോഴും 2 തട്ടിലായിരുന്നു. ഒരു വശത്ത് തീവ്ര നിലപാടുകാരായ യാഥാസ്ഥിതികർ, മറുവശത്ത് ലോകവുമായി സഹകരിച്ചു പോകണം എന്നു പറയുന്ന മിതവാദികളായ പരിഷ്കരണവാദികൾ. ഇവർ മാറി അധികാരത്തിൽ വരുന്നത് അവരുടെ വിദേശനയത്തിലും വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഒരുപാട് വർഷത്തെ പ്രശ്നങ്ങൾക്കൊടുവിൽ 2015 ഒരു പ്രതീക്ഷയുടെ വെട്ടം കണ്ടു. അതാണ് JCPOA അഥവാ ഇറാൻ ആണവ കരാർ. എന്തായിരുന്നു ആ കരാർ കൊണ്ട് ശരിക്കും ഉദ്ദേശിച്ചത്? സിംപിളായി പറഞ്ഞാൽ, ഇറാൻ അവരുടെ ആണവ പരിപാടികൾ കർശനമായി നിയന്ത്രിക്കും. പകരം ലോകരാജ്യങ്ങൾ അവർക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കും. അതായിരുന്നു ഡീൽ. പക്ഷേ 2018 അമേരിക്ക ആ കരാറിൽ നിന്ന് ഒറ്റയടിക്ക് പിന്മാറി. ഇതോടെ എല്ലാം പഴയതിലും വഷളായി. ഇറാന്റെ സമ്പദ്വ്യവസ്ഥ തകർന്നു. 2020 സ്ഥിതിഗതികൾ ഒരു യുദ്ധത്തിന്റെ വക്കോളമെത്തി. ഇറാനിലെ ഏറ്റവും ശക്തനായ സൈനിക ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക ഒരു ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചു. ഇതിന് പ്രതികാരമായി ഇറാൻ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി. ഇരു രാജ്യങ്ങളും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് തൊട്ടരികെയെത്തി. പിന്നെ 2024 സംഭവിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. ഇറാൻ ആദ്യമായി ഇസ്രായേലിനെതിരെ നേരിട്ട് ഒരു സൈനികാക്രമണം നടത്തി. ഇതോടെ അതുവരെ പിന്നണിയിൽ നടന്നിരുന്ന നിഴൽ യുദ്ധം ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് വഴിമാറി. ഇത് മേഖലയെ കൂടുതൽ അപകടകരമായ ഒരവസ്ഥയിലേക്ക് തള്ളിവിട്ടു. ഇനി നമ്മൾ പരിശോധിച്ച റിപ്പോർട്ടുകൾ മുന്നോട്ട് വെക്കുന്നൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ ഒരു സൈനിക നടപടിക്ക് കാരണമായേക്കാം. അങ്ങനെയൊന്നും സംഭവിച്ചാൽ അത് രാജ്യത്തിനകത്ത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളുണ്ടാക്കുകയും ജനങ്ങൾ വീണ്ടും തെരുവിലിറങ്ങുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തേക്കാം. ഇതൊരു പ്രവചനമല്ല, മറിച്ച് പാതയിൽ മുന്നോട്ടു പോയാൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ ഇത്രയും ചരിത്രം നമ്മൾ നോക്കിയല്ലോ. ഇവിടെ ചില കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതുപോലെ തോന്നുന്നില്ലേ? ചരിത്രം ഒരു ചാക്രിക രൂപത്തിൽ സഞ്ചരിക്കുകയാണോ? ഈ താരതമ്യം ഒന്ന് നോക്കൂ. ചരിത്രം അതുപോലെ ആവർത്തിക്കുന്നില്ല, പക്ഷേ അതിനൊരു താളമുണ്ട്, അല്ലേ? 1953 രാജ്യത്തിന്റെ എണ്ണയ്ക്ക് വേണ്ടിയായിരുന്നു വിദേശിടപെടൽ. ഇന്നത് സാമ്പത്തിക ഉപരോധങ്ങളായി മാറി. 1979 ജനങ്ങൾ തെരുവിലിറങ്ങിയത് ഒരു ഏകാധിപതിക്കെതിരെയായിരുന്നു. ഭാവിയിലത് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാവാം. രൂപം മാറുന്നു, പക്ഷേ ആഴത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികരണങ്ങളും അതുപോലെ നിലനിൽക്കുന്നു. ഇന്നത്തെ വാർത്തകൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ചരിത്രം നമ്മൾ അറിഞ്ഞേ മതിയാവും. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഈ വാക്കുകൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാൻ ഇരുപക്ഷത്തിനും സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇറാൻ വീണ്ടും ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: 70 വർഷത്തെ ഈ സംഘർഷത്തിന്റെയും അവിശ്വാസത്തിന്റെയും ചരിത്രചക്രം ഭേദിക്കാൻ ഇറാനും പാശ്ചാത്യ ലോകത്തിനും കഴിയുമോ? ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കുന്നു.